ചെട്ടികുളങ്ങര അമ്മയെ കണ്ട് ഞങ്ങൾ നേരെ പോയി ഓച്ചറിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി. നാളെയാണ് കേട്ടോ വൃശ്ചികം 1. അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കടകളൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ ഒരു വിസ്മയ കാഴ്ചയാണ്. നാളെ മുതൽ ഇവിടെ വന്നാൽ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇന്ന് വന്നത് എന്തായാലും നന്നായി, തിരക്കില്ലാത്തടാ. നാളെ മുതൽ ഇവിടെ സൂചി കുത്താൻ പോലും ഇടം കാണില്ല. അങ്ങനെ തന്നെ ആദ്യം നമ്മൾ ഗണപതിയിലാണ് കാണട്ടോ പോയത്. ഈ അമ്മ ഇവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വഞ്ചിലിടാൻ കൊടുത്ത പൈസ മോനി ഈ അമ്മയ്ക്കാണ് കൊടുത്തത്. എന്തോ അമ്മയുടെ മോണ്ടിക്കോട്ട് നോക്കിയേ, അമ്മ നോക്കിയേ എന്തിനാ പൈസ? ദൈവങ്ങൾക്ക് എന്തിനാണല്ലേ പൈസ? അവന്റെ ആഗ്രഹം പോലെ അമ്മയ്ക്ക് പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. തണുപ്പില്ലാത്ത ഐസ്ക്രീമോ? അതെന്തുവാ പൊന്നാരി, നിനക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചെന്ന്. നമുക്ക് ബജ്ജി വാങ്ങിച്ചു തരാം. ഐസ്ക്രീം തിന്നൂടാ, ഐസ്ക്രീം ഒക്കെ ഇപ്പൊ തിന്നൂടാ, തൊണ്ടവേദന. നമുക്കുണ്ടാവുന്ന ഈ കൈ വേദന, കാൽ വേദന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മാറി ഇവിടെ ആൾരൂപങ്ങൾ വാങ്ങി തലക്ക് പിഴിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഇവിടെ മിക്കവാറും അതെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ഫസ്റ്റ് ആൾക്കാരെത്തി കേട്ടോ. അവിടെ ഭഗവാന്റെ കാള നിപ്പുണ്ട്. നമുക്ക് അവിടെ തൊട്ട് തൊടാട്ടോ. ദക്ഷിണയും കൊടുക്കാം. നമ്മൾ പഴം വാങ്ങി കൊടുക്കാന്ന് കരുതി. അങ്ങനെ അടുത്തുള്ള കടയിൽ നിന്ന് പഴമൊക്കെ വാങ്ങിട്ടോ. മോനേട്ടന് കൊടുക്കാനൊരു പേടിയുണ്ട്, എന്നാൽ കൊടുക്കുകയും വേണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൊടുത്തുട്ടോ. ഇവിടെ എന്ത് സമാധാനമാണെന്നോ. പിന്നെ ഞങ്ങൾ ആൾക്കാരെ പോയി തൊഴുത് എന്ത് രസമാണെന്നോ. ഇവിടെ എത്ര സമയം ഇരുന്നാലും അടുപ്പ് തോന്നില്ല. വൃശ്ചികത്തിൽ ഇവിടെ ആളുകൾ കുടിൽ കെട്ടി ഫജ്ർ വിരിക്കാറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രസാദമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചന്ദ്രനായിട്ടൊക്കെ തൊടാം. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, ദാഹമുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെ മണ്ഡപത്തിലിരുന്നിട്ടോ. കുറെ ആളുകൾ ഇപ്പം തന്നെ ഈ മണ്ഡപത്തിൽ സ്ഥലം പിടിച്ചിട്ടിരിക്കുകയാണ് ഭജന ഇരിക്കാനായിട്ട്. ഒരു നാട്ടിൽ നിന്ന് പോലും ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഭജന ഇരിക്കാറുണ്ട്. ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ കഴിക്കാൻ നിന്നില്ല. ചെട്ടികുളങ്ങരയിൽ നിന്ന് നമ്മൾ അന്നദാനം കഴിച്ചിട്ടല്ലേ വന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ല. പാവം മോന്റെ നോട്ടം മൊത്തം കടയിലോട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി തൊഴിലിട്ട് തിരിച്ചു വരുവാണെങ്കിൽ എവിടെയെങ്കിലും സാധനം വാങ്ങിക്കാം. ഇതൊക്കെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോയി തൊഴുന്നത് വളരെയധികം ബുദ്ധിമുട്ടല്ലേ. അതും പിടിച്ച് വേണ്ടത്തോടെ. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. കുറച്ച് ചെടികളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ സ്കൂട്ടറിൽ വന്നതുകൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് വാങ്ങാന്ന് വെച്ച് എല്ലാം ഒന്ന് നോക്കി കണ്ടു. ഈ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ഒരുപാട് വെറൈറ്റീസ് വരുമെന്നാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും പിന്നീട് വരുമ്പോൾ വാങ്ങാം. പിന്നെ ഇവിടെ ചെറിയ പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാളിനനുസരിച്ചുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാനൊരു മറ്റൊരു വീഡിയോ ഒക്കെ ഇടാം. ഈ വൃക്ഷങ്ങളെല്ലാം കേട്ടോ. സാധാരണ എല്ലാ പ്രാവശ്യവും നേരെ പോയി തൊഴുതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ റെസ്റ്റ് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മുന്നോട്ടെന്നെ കൊണ്ട് ഇങ്ങനെ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അതിലൊക്കെ ഇരിക്കാൻ പറ്റുന്നതൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ ആട്ടോ പോയി തൊഴുത്. പിന്നെ നേരെ ഒണ്ടിക്കാവ് പോയി തൊഴുതു. ഇവിടെ നാഗദൈവങ്ങളാണ് കേട്ടോ. ഇവിടെ ആണ് കേട്ടോ ലാസ്റ്റ് തൊഴുന്നത്. ഇവിടെ ഈ താഴ്ത്താരെ കുറേ നേരം നമുക്ക് ഇരിക്കാം കേട്ടോ. അങ്ങനെ അവിടെയും തൊഴുതു. ഇതിനിടെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ആൾ ഒപ്പിച്ചെടുത്തിട്ടോ. പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുടെ കുറേ ലിസ്റ്റുകൾ നന്ദിയോട് പറഞ്ഞിട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നന്ദി പോലെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടില്ലേ. പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകാട്ടോ. എന്തായാലും ഉടനെ ഒന്നുകൂടെ വരേണ്ടി വരും. വൃശ്ചികമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.